line of best fit or regression line. When the given bivariate data are plotted on a graph, we get the scatter diagram. If the points of scatter diagram concentrate around the straight line, that line is called line of best fit. That is, line of best fit is that line which is closer to point of scatter diagram. This line is also known as regression line. ഓക്കെ, അപ്പം എന്താ ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് അല്ലെങ്കിൽ റിഗ്രഷൻ ലൈൻ എന്ന് വെച്ചാൽ നമ്മൾ തന്നിരിക്കുന്ന വേരിയബിൾസിന്, ഓക്കെ, ഇപ്പം 2 വേരിയബിൾസ് ആണ് എക്സ് വൈ എന്ന് വിചാരിക്കും. അതാണ് ബൈവേരിയറ്റ് വെച്ചാൽ 2 വേരിയബിൾ. നമ്മൾ തന്നിരിക്കുന്ന ബൈവേരിയറ്റ് ഡാറ്റയെ നമ്മളൊരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സ്കാറ്റർ ഡയഗ്രം കിട്ടും അല്ലേ? ആ സ്കാറ്റർ ഡയഗ്രം ഒരു ലൈനിന് കോൺസെൻട്രേറ്റ് ചെയ്ത് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ആ പോയിന്റ്സ് സ്കാറ്റർ ഡയഗ്രത്തിലെ പോയിന്റ്സ് ഒരു ലൈനിന് കോൺസെൻട്രേറ്റ് ചെയ്ത്, ഒരു സ്ട്രേറ്റ് ലൈനിന് കോൺസെൻട്രേറ്റ് ചെയ്ത് വരികയാണെങ്കിൽ അങ്ങനെയുള്ള ആ ലൈനാണ് എന്ന് പറയുന്നത് ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് എന്ന് പറയുന്നത്. Okay, when bivariate data are plotted on a graph, we get a scatter diagram. If the points of scatter diagram concentrate around a straight line, that line is called a line of best fit. Okay, and അർത്ഥം എന്താണ്? All the points of scatter diagram are closer to that line. അല്ലേ? എല്ലാ പോയിന്റ്സും സ്കാറ്റർ ഡയഗ്രത്തിലുള്ള എല്ലാ പോയിന്റ്സും ആ ഒരു ലൈനിലോട് കോൺസെൻട്രേറ്റ് ചെയ്ത് കിടക്കും. അങ്ങനെയുള്ള ആ സ്ട്രെയിറ്റ് ലൈൻ ആണ് റിഗ്രഷൻ ലൈൻ അല്ലെങ്കിൽ ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് എന്നും കൂടി പറയുന്നത്. ഓക്കെ, റിഗ്രഷൻ ലൈൻ എന്നും കൂടി പറയുന്നുണ്ട്. So a regression line is a graphic technique to show the functional relationship between dependent and independent variable. It show average relationship between variable. അപ്പം നമുക്ക് എന്ത് പറയാം? റിഗ്രഷൻ ലൈന് ഒരു ഗ്രാഫിക്കൽ ടെക്നിക്കാണ്. എന്തിനു വേണ്ടിയിട്ട്? ടു ഷോ ദ ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിപ്പെൻഡന്റ് ആൻഡ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ഡിപ്പെൻഡന്റും ഇൻഡിപെൻഡന്റും വേരിയബിൾസ് തമ്മിൽ ഉള്ള ഫങ്ഷണൽ റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഒരു ഗ്രാഫിക് ടെക്നിക്കാണ് എന്ത് പറയുന്നത്? റിഗ്രഷൻ ലൈൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഗ്രാഫിക് ടെക്നിക് ടു ഷോ ദ ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിപ്പെൻഡന്റ് ആൻഡ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ. To show the average relationship between the variable. അപ്പോൾ റിഗ്രഷൻ ലൈൻ അല്ലെങ്കിൽ ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് എന്താണ്? ഒരു സ്കാറ്റർ ഡയഗ്രം നമ്മൾ പ്ലോട്ട് ചെയ്താൽ ആ സ്കാറ്റർ ഡയഗ്രത്തിലെ പോയിന്റ്സ് ഒരു സ്ട്രെയിറ്റ് ലൈനോട് കോൺസെൻട്രേറ്റ് ചെയ്ത് കിടക്കും. ആ സ്ട്രെയിറ്റ് ലൈനാണ് നമ്മൾ ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് അല്ലെങ്കിൽ റിഗ്രഷൻ ലൈൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് എ ഗ്രാഫിക്കൽ ടെക്നിക് ടു ഷോ ദ ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിപ്പെൻഡന്റ് വേരിയബിൾ ആൻഡ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ. The next method of drawing regression line. The regression line can be drawn by 2 methods, freehand curve method and method of least square. Okay, regression line വരയ്ക്കാൻ 2 മെത്തേഡാണ്, അല്ലെങ്കിൽ നമുക്ക് മെത്തേഡ് ഓഫ് ഡ്രോയിങ് റിഗ്രഷൻ ലൈൻ എന്നുള്ളത് 2 കാറ്റഗറി ആയിട്ട് പറയാം. ഒന്ന് ഫ്രീ ഹാൻഡ് കർവ് മെത്തേഡും അതേപോലെ തന്നെ മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയറും. ഫ്രീ ഹാൻഡ് കർവ് മെത്തേഡ് എന്ന് വെച്ചാൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ സപ്പോർട്ട് ഇല്ല. ബട്ട് ഇൻ ദ മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ വി അപ്ലൈ സ്റ്റാറ്റിസ്റ്റിക്കൽ സപ്പോർട്ട്, അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സപ്പോർട്ട് കൂടിയാണ് നമ്മളത് പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് നോക്കാം ഫ്രീ ഹാൻഡ് കർവ് മെത്തേഡ്. A freehand curve method is an easy method for obtaining a regression line. According to this method, original data are plotted on a graph paper. Usually, original data, when plotted on a graph, we give a wave like a curve, but it depicts a general tendency of data. Independent variable is taken along with the horizontal axis and dependent variable is taken vertical axis. We draw a smooth freehand line in such a way that it clearly indicates the tendency of original data. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഫ്രീ ഹാൻഡ് കർവ് മെത്തേഡ് ആണ് അല്ലേ? ഇറ്റ് ഈസ് എ ഈസി മെത്തേഡ് ഓഫ് ഒബ്റ്റെയിനിങ് റിഗ്രഷൻ ലൈൻ. റിഗ്രഷൻ ലൈൻ കിട്ടാനുള്ള ഒരു ഈസിയസ്റ്റ് മെത്തേഡാണ് ഇത് പറയുന്നത് ഫ്രീ ഹാൻഡ് കർവ് മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് റിഗ്രഷൻ ലൈൻ വരയ്ക്കാനുള്ള ഒരു ഈസിയസ്റ്റ് ഫോം ഓഫ് മെത്തേഡാണ് ഫ്രീ ഹാൻഡ് കർവ്. അപ്പോൾ അവിടെ നമ്മൾ ഒറിജിനൽ ഡാറ്റ എന്താക്കുന്നു? ഗ്രാഫ് പേപ്പറിൽ പ്ലോട്ട് ചെയ്യുന്നു. എങ്ങനെയാണ് ഗ്രാഫ് പേപ്പറിൽ പ്ലോട്ട് ചെയ്യുന്നത്? ഹൊറിസോണ്ടൽ ആക്സിസിൽ ഇൻഡിപെൻഡന്റ് വേരിയബിളും വെർട്ടിക്കലില് ഡിപ്പെൻഡന്റ് വേരിയബിളും എടുത്തുകൊണ്ട്. ഓക്കെ, വെർട്ടിക്കൽ ആക്സിസിൽ ഡിപ്പെൻഡന്റ് വേരിയബിളും ഹൊറിസോണ്ടൽ ആക്സിസിൽ ഇൻഡിപെൻഡന്റ് വേരിയബിളും എടുത്തിട്ട് നമ്മൾ എന്താക്കുന്നു? ആ പോയിന്റ്സുകൾ നമുക്ക്
നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ നിങ്ങൾക്ക് ഇതൊന്നും വരയ്ക്കാനുണ്ടാവില്ല, ജസ്റ്റ് അതിന്റെ തിയറി മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. നമുക്കിപ്പോൾ എക്സ് വേരിയബിൾ തന്നിട്ടുണ്ടാവും, വൈ വേരിയബിൾ തന്നിട്ടുണ്ടാവും. അപ്പൊ എക്സ് ഇൻഡിപെൻഡന്റ് ആണ്, ഇപ്പൊ വൈ ഡിപെൻഡന്റ് ആണെന്ന് വിചാരിക്കും. അപ്പൊ എക്സിന് നമ്മൾ എന്താക്കുക, എക്സ് ആക്സിസിൽ തന്നെ, അതായത് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലൈനിൽ തന്നെ അടയാളപ്പെടുത്തുക. വൈ ആക്സിസിനെയോ ഏത് ആക്സിസിൽ എടുക്കുക, വെർട്ടിക്കലി ഉള്ള ആക്സിസ്, ദാറ്റ് മീൻസ് ഗ്രാഫിലെ വൈ ആക്സിസിൽ തന്നെ എന്തെന്നെ എടുക്കുക, വൈ വേരിയബിളിനെ എടുക്കുക. എന്നിട്ട് ഇത് രണ്ടും വരുന്ന പോയിന്റ്സുകൾ നമ്മൾ നമ്മൾ തന്നിരിക്കുന്ന ഡാറ്റയ്ക്ക് അനുസരിച്ച് ആ പോയിന്റ്സുകൾ നമ്മൾ എവിടെ ഡ്രോ ചെയ്യാം, ആ ഗ്രാഫില്, അതായത് ഗ്രാഫ് പേപ്പറിൽ പ്ലോട്ട് ചെയ്യാം, ഡ്രോ ചെയ്യാം. നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് വെച്ചിട്ട് നമ്മൾ അത് ഗ്രാഫിക്കലി അതിന്റെ പോയിന്റ്സുകളായിട്ട് ഡോട്ട് ചെയ്യും. ദെൻ നമ്മൾ എന്താക്കുക, ഈ പോയിന്റ്സ് എല്ലാം ഏകദേശം ലൈനിനോട് ഏറ്റവും അടുത്ത് വരുന്ന രീതിയിൽ നമ്മൾ തന്നെ നമ്മളെ ഫ്രീ ഹാൻഡ്, അതാണ് ഫ്രീ ഹാൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത്, ഒരു സ്മൂത്ത് ലൈൻ വരയ്ക്കാം. അതായത് എല്ലാ ഒറിജിനൽ ഡാറ്റ ആ ഒരു ലൈൻ, എല്ലാ ഒറിജിനൽ ഡാറ്റയും ആ ഒരു ലൈനിനോട് ക്ലോസ്നെസ് ആയിട്ട് വരുന്ന രീതിയിൽ, ഓക്കെ, ക്ലോസ് ആയിട്ട് വരുന്ന രീതിയിൽ എന്ത് വരയ്ക്കാം, ഒരു ലൈന് വരയ്ക്കാം. ആ ലൈനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫ്രീ ഹാൻഡ് കർവ് മെത്തേഡിൽ റിഗ്രഷൻ ലൈൻ എന്ന് പറയുന്നത്. ദിസ് ലൈൻ ഈസ് ഫിറ്റഡ് മിയർലി inspection. There is no formula for statistical criteria whereby adequacy of such a line can be judged and it will depend upon the judgment of statistician. അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള ഒരു ഫോർമുലയോ കാര്യങ്ങളോ ഉപയോഗിച്ചിട്ടല്ല, നമ്മൾ ജസ്റ്റ് ആ ഒരു പോയിന്റ്സുകൾ ഡോട്ട് വരയ്ക്കുന്നു, സ്കാറ്റർ ഡയഗ്രം വരയ്ക്കുന്നു, എന്നിട്ട് അത് തമ്മിൽ നമ്മൾ എന്താക്കുന്നു, ഫ്രീ ഹാൻഡിൽ അതൊരു കർവായിട്ട്, നിങ്ങൾക്ക് ഈ ഒരു എക്സാമ്പിൾ പറയാൻ മനസ്സിലാവും, ഫ്രീ കർവായിട്ട് വരയ്ക്കുന്നു. ദെൻ ആ ഒരു എല്ലാ ഡിസ്റ്റൻസ്, എല്ലാ പോയിന്റ്സിനെയും ഈക്വൽ ആയിട്ട് വരുന്ന രീതിയിൽ, അല്ലെങ്കിൽ എല്ലാ പോയിന്റ്സും കോൺസെൻട്രേറ്റ് ചെയ്ത് വരുന്ന രീതിയിൽ ആസ് പെർ ദ ജഡ്ജ്മെന്റ് ഓഫ് സ്റ്റാറ്റിസ്റ്റിഷ്യൻ, അതാണ് അവിടെ വരുന്നത്. അവിടെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ക്രൈറ്റീരിയ ഇല്ല, സ്റ്റാറ്റിസ്റ്റിഷ്യൻ വരയ്ക്കുക, അയാൾ ഒരു ജഡ്ജ്മെന്റിലെ ബേസിൽ വരയ്ക്കുന്ന ഒരു ലൈനാണ് എന്ത് പറയുന്നത്, റിഗ്രഷൻ ലൈൻ എന്ന് പറയുന്നത്. Then care is taken that the line and the freehand curve is drawn in such a way that the area of the curve below and above the line is approximately equal. ഓക്കെ, നമ്മൾ ആ ലൈന് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ആ പോയിന്റ്സുകൾ ഏറ്റവും അടുത്ത് വരുന്ന രീതിയിൽ, അതായത് ഈ ഒരു ലൈനിന് താഴെയുള്ളതും മേലെയുള്ളതായ വേരിയബിൾസ് അല്ലെങ്കിൽ ആ പോയിന്റ്സ് ഏറ്റവും എന്താ പറയാ, അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആവുന്ന രീതിയിൽ വേണം ആ ഒരു ലൈന് വരയ്ക്കാൻ. മാക്സിമം ക്ലോസ് വെച്ചാൽ എല്ലാ പോയിന്റ്സ് അടുത്ത് വരുന്ന രീതിയിലും, അതേപോലെ തന്നെ അതിന്റെ അപ്പർ പാർട്ടിലെയും ലോവർ പാർട്ടിലെയും പോയിന്റ്സ് എങ്ങനെ ഈക്വൽ ആവുന്ന രീതിയിലും വേണം നമ്മൾ ആ ഒരു ലൈന് വരയ്ക്കാൻ. ഓക്കെ, ദെൻ റിഗ്രഷൻ ലൈനിലൊരു എക്സാമ്പിൾ ആണ് അവിടെ കൊടുത്തത്. അതായത് പ്രൈസ് സപ്ലൈയും തന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ പ്രൈസ് സപ്ലൈ നമ്മൾ ഇത് റിഗ്രഷൻ ലൈൻ സപ്ലൈ ഡിപ്പെൻഡിങ് ഓൺ പ്രൈസ്. അപ്പൊ സപ്ലൈ ഡിപ്പെൻഡ് ഓൺ പ്രൈസ് ആണല്ലോ. ഇപ്പൊ പ്രൈസ് എന്താണ്, ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്. അപ്പൊ ഇൻഡിപെൻഡന്റ് വേരിയബിൾ വൈ ആക്സിസിൽ എടുക്കുക. സപ്ലൈ എന്താണ്, ഡിപ്പെൻഡന്റ് വേരിയബിൾ ആണ്. അപ്പൊ ഡിപ്പെൻഡന്റ് വേരിയബിൾ എവിടെ എടുക്കുക, എക്സ് ആക്സിസിൽ എടുക്കുക. ഇവിടെ ഒന്നും കറക്റ്റ് എടുത്തായിട്ട് കാണിച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾ എന്താക്കുക, നിങ്ങൾ നിങ്ങളേതായ രീതിയിൽ, ഇതൊന്നും അത്ര കറക്റ്റ് ആയിട്ട് കിട്ടാന്നില്ല, ജസ്റ്റ് തിയറി ആയിട്ട് മനസ്സിലാക്കി വെക്കാന്ന് ഉള്ളതുകൊണ്ടാണ് ഇവിടെ അത്ര കറക്റ്റ് ആയിട്ട് വാല്യൂസ് ഗ്രാഫിൽ കൃത്യമായിട്ട് കാണിക്കാത്തത്. അപ്പൊ പ്രൈസ് സപ്ലൈ ഡിപ്പെൻഡ്സ് അപ്പോൺ പ്രൈസ് ആണ്. അപ്പൊ സപ്ലൈ ഡിപ്പെൻഡന്റ് വേരിയബിളും പ്രൈസ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ അറിയാം. ഇൻഡിപെൻഡന്റ് വേരിയബിളെ നമ്മൾ ഐ ആക്സിസിൽ റെപ്രസെന്റ് ചെയ്യുക, ഡിപ്പെൻഡന്റ് വേരിയബിൾ ആയ സപ്ലൈനെ എക്സ് ആക്സിസിലും റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, ഈ ഒരു രീതിയിലാണ് അവിടെ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ പോയിന്റ്സുകൾ പ്ലോട്ട് ചെയ്ത്, നമ്മൾ കോറിലേഷനിൽ പഠിച്ച പോലെ തന്നെ പോയിന്റ്സുകൾ പ്ലോട്ട് ചെയ്തിട്ട് ഒരു കർവ്, ആ ഒരു പോയിന്റ്സിനൊക്കെ ജോയിൻ ചെയ്തുകൊണ്ട് ഒരു കർവ് വരയ്ക്കാം. ദെൻ ഈ കർവ് മാക്സിമം, ഇതിന്റെ ഡിസ്റ്റൻസ് മാക്സിമം വരുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇതിന്റെ അപ്പർ പാർട്ടിന് ലോവർ പാർട്ടിന് ഈക്വൽ ആവുന്ന രീതിയിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ആ ലൈനിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, റിഗ്രഷൻ ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ,
അതാണ് ഫസ്റ്റ് മെത്തേഡ്. അപ്പം മെത്തേഡ് ഓഫ് റിഗ്രഷൻ ലൈനിൽ അല്ലെങ്കിൽ മെഷർമെന്റ് ഓഫ് റിഗ്രഷൻ ലൈനിൽ ഫസ്റ്റ് മെത്തേഡാണ് ഫ്രീ ഹാൻഡ് കർവ് മെത്തേഡ് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് മെത്തേഡാണ് മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ അല്ലെങ്കിൽ കർവ് ഫിറ്റിംഗ് എന്ന് കൂടി പറയും. മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ ഓർ കർവ് ഫിറ്റിംഗ്. Method of least square is a method of drawing regression line by applying principle of least square. അപ്പോൾ ഇവിടെ ഒരു പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ ക്രൈറ്റീരിയ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ റിഗ്രഷൻ ലൈൻ വരയ്ക്കുന്നത്. Okay, the principle of least square is that principle which states that the line of best width should be drawn in such a manner that the sum of square of difference between known values of dependent variable and corresponding value of its obtained from the line of best fit should be least. അതാണ് അവിടെ ലീസ്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? which state that line of best fit should be drawn എങ്ങനെയാണ്? in such a manner that the sum of the squares of difference sum അല്ലേ എന്തിന്റെ സമ്മാണ്? സ്ക്വയേഴ്സ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ നോൺ വാല്യൂ ഓഫ് ഡിപെൻഡന്റ് വേരിയബിൾ ആൻഡ് കറസ്പോണ്ടിങ് വാല്യൂ ഒബ്റ്റെയിൻഡ് ഫ്രം ദ ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് ഷുഡ് ബി ലീസ്റ്റ്. അതായത് നമുക്കറിയാവുന്ന ഒരു ഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ടാവും അല്ലെ, അല്ലെങ്കിൽ ഒരു വേരിയബിൾ ഉണ്ടാവും. അതും നമുക്ക് റിഗ്രഷൻ ലൈന് വരച്ചാൽ കിട്ടുന്ന അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഒരു വാല്യൂ ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതിന്റെ സ്ക്വയറിന്റെ ഡിഫറൻസ് കാണാം. ഓക്കെ, ആ രണ്ട് നമ്പേഴ്സിന്റെയും സ്ക്വയർ കണ്ടിട്ട് അതിന്റെ ഡിഫറൻസ് കാണാം. അങ്ങനെ ആ ഒരു ലൈനിലുള്ള എല്ലാ പോയിന്റ്സിൽ വരുന്ന വേരിയബിളും അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസും തമ്മിലുള്ള സ്ക്വയർ കണ്ടിട്ട് അതിന്റെ ഡിഫറൻസ് കണ്ട് അത് ടോട്ടൽ ചെയ്താൽ കിട്ടുന്നത് ടു ബി ദ ലീസ്റ്റ്, അതായത് എന്തായിരിക്കണം? ഏറ്റവും കുറഞ്ഞ വാല്യൂ ആയിരിക്കണം. അതിന് അങ്ങനെ നമ്മൾ വരയ്ക്കുന്ന അല്ലെങ്കിൽ ആ ഒരു പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് സ്ക്വയർ വെച്ച് വരയ്ക്കുന്ന ഒരു മെത്തേഡാണ് എന്ത് പറയുന്നത്? കർവ് ഫിറ്റിംഗ് അല്ലെങ്കിൽ മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയറിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ലീസ്റ്റ് സ്ക്വയർ എന്നുള്ള പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്തുകൊണ്ടാണ് നമ്മൾ മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ അല്ലെങ്കിൽ കർവ് ഫിറ്റിങ്ങിലൂടെ റിഗ്രഷൻ ലൈന് വരയ്ക്കുന്നത്. ഓക്കെ, ഇതാ ഇവിടെ കണ്ടേ, ഇതൊക്കെ നമ്മൾ വരയ്ക്കുന്ന ഡിപെൻഡന്റ് വേരിയബിൾസ് ആണ്, പ്ലോട്ട് ചെയ്യുന്ന ഡിപെൻഡന്റ് വേരിയബിൾ. ഓക്കെ, നമ്മൾ പ്ലോട്ട് ചെയ്യുന്ന വേരിയബിൾസ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു റിഗ്രഷൻ ലൈൻ അല്ലെങ്കിൽ ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് വരയ്ക്കുമ്പോൾ എങ്ങനെയാണ്? ഈ ഓരോ പോയിന്റ്സിന്നും ഇവിടേക്കുള്ള സ്ക്വയർ കണ്ട് ഡിഫറൻസ് എടുക്കും. ഓക്കെ, ഇവിടെ ഒരു D1 എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ടാവും, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ലൈനിൽ ഒരു വാല്യൂ വരുമല്ലോ. അതേപോലെ തന്നെ D2 എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ട്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ലൈനിൽ ഒരു വാല്യൂ ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഈ രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള സ്ക്വയർ കണ്ടിട്ട് ഡിഫറൻസ് എടുക്കുക. അങ്ങനെ എത്ര? D1 മുതൽ D6 വരെ ചെയ്യാം. എന്നിട്ട് അതിന്റെ സമ്മ് ടോട്ടല് അത് ഏറ്റവും മിനിമം ആവുക. അതാണ് അവിടെ ചെയ്യേണ്ടത്. ഓക്കെ, ദ ഡിഫറൻസ് between given y value and y value obtained from the line of best which are respectively D1, D2. ഓക്കെ, അങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, ഇതപ്പോ D1, D2 എന്ന് കാണിക്കുന്ന ഇതിന്റെ ഡിഫറൻസിനെയാണ്. അതായത് ഈ D1 എന്നുള്ള ലൈനിന്റെ ഇവിടെ ഒരു വാല്യൂ ഉണ്ട് അല്ലെ, അതേപോലെ തന്നെ ലൈനിലും ഒരു വാല്യൂ വരുന്നുണ്ട്. അങ്ങനെ ഈ ഒരു നമ്മൾ എന്താക്കുക, വാല്യൂസിന്റെ ഡിഫറൻസ് എന്താവണം? അത് ഡിഫറൻസിനാണ് നമ്മൾ D1, D2 എന്നുള്ളത് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. Therefore, principle of least square state that the line of best fit should be drawn such that the D1 square, D2 square minimum. നമ്മളതാണ് നേരത്തെ പറഞ്ഞത്, ആയിട്ട് വാല്യൂസ് തമ്മിലുള്ള ഡിഫറൻസസ് സ്ക്വയർ കണ്ടാൽ മിനിമം ആവണം. അതാണ് അവിടെ D1 സ്ക്വയർ പ്ലസ് D2 സ്ക്വയർ പ്ലസ് അപ് ടു DN സ്ക്വയർ വരെ എന്താവണം എന്ന് പറയുന്നത്? മിനിമം ആവണം എന്നാണ് പറയുന്നത്. അതാണ് ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് പറയുന്നത്. അപ്പൊ അവിടെ നമ്മളൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ ക്രൈറ്റീരിയ യൂസ് ചെയ്തിട്ടാണ് റിഗ്രഷൻ ലൈൻ ഡ്രോ ചെയ്യുന്നത്. ലീസ്റ്റ് സ്ക്വയർ എന്നുള്ളത് എന്തായിരുന്നു? ലീസ്റ്റ് സ്ക്വയർ നമുക്ക് തന്നിരിക്കുന്ന ഡിപെൻഡന്റ് വേരിയബിളിന്റെ വാല്യൂസും നമുക്ക് റിഗ്രഷൻ ലൈനിൽ കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതിന്റെ സ്ക്വയറിന്റെ സം, ഓക്കെ, സ്ക്വയറിന്റെ സം അതെടുത്താൽ എന്തായിരിക്കണം? മിനിമം ആയിരിക്കണം. അങ്ങനെ കിട്ടുന്ന രീതിയിൽ നമ്മൾ വരയ്ക്കുന്ന ലൈനാണ് റിഗ്രഷൻ ലൈൻ അണ്ടർ ദ മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത്.
ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ അത്ര രീതിയിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ട, ജസ്റ്റ് ആ തിയറി മനസ്സിലാക്കി വെക്കുക. പിന്നെ ഗ്രാഫ് എങ്ങനെയാണ് ഡ്രോ ചെയ്യുന്നതെന്നൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ.